എല്ലാവർക്കും നമസ്കാരം. യസ്യ പുത്രോ വശീഭൂതോ ഭാര്യ ഇച്ഛാനുഗാമിനി വിഭവേയശ്ച സന്തുഷ്ട തസ്യ സ്വർഗ ഇഹൈവഹി എന്ന് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതായത് യസ്യ പുത്ര വശീഭൂതോ, വിശ്വസ്തരായ ഭാര്യയും മാതാപിതാക്കളെ അനുസരിക്കുന്ന മകനും ഉപജീവനത്തിന് ആവശ്യമായിട്ടുള്ള വരുമാനവും ഉണ്ടെങ്കിൽ ഇഹലോക ജീവിതം ഒരു സ്വർഗമാക്കി മാറ്റാം എന്നാണ്. അതായത് നമുക്ക് മനസമാധാനം, നമ്മളെ വിശ്വസിക്കുന്ന, നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഭാര്യ ഉണ്ടെങ്കിൽ കുടുംബം ഒരു പരിധി വരെ 50 അല്ലെ 60% ഓക്കെ. അതിനുശേഷം ഇച്ഛാനുഗാമിനിയായിട്ടുള്ള ഭാര്യയും മകൻ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുന്ന മകൻ. ഈ ലോകത്തൊക്കെ ഒരു പരിധി വരെ അച്ഛൻ്റെ അമ്മയ്ക്കും വാക്കുകൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നും മക്കൾ ഇപ്പോൾ കൽപ്പിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ വാക്കുകളെ അനുസരിക്കുന്ന മകനുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷം. അതുപോലെ തന്നെ ഉപജീവനത്തിനാവശ്യമായിട്ടുള്ള വരുമാനവും, ധനം സുഖത്തിൻ്റെ ഒരു മുഖ്യ ഘടകം കൂടിയാണ്. അതിനുള്ള വരുമാനവും കൂടി ഉണ്ടെങ്കിൽ ഈ ജീവിതം അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ജീവിതം സുഖമാണ് എന്നാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത്. സന്തുഷ്ടമായിട്ട് കുടുംബത്തോടുകൂടി എല്ലാവരും ജീവിക്കുക. നമസ്തേ.